ഫൈറ്റ് സീക്വൻസുകളാണ് ലോകേഷ് കനകരാജ് സിനിമകളുടെ USP. ഈ സിനിമയാണെങ്കിൽ വയലൻസിൽ കോംപ്രമൈസ് വരുത്താത്തതുകൊണ്ട് AS സർട്ടിഫിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഒന്നിലധികം ആക്ഷൻ ബ്ലോക്കുകളും പിന്നെ നായകന്റെ ടാക്ടിക്കൽ ബുദ്ധി കാണിക്കുന്ന സീക്വൻസുകളും പടത്തിലുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ഗ്രാൻഡ് ആയിട്ട് അവസാനിക്കുന്നില്ല. അടിപൊളി ആക്ഷൻ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അത് വ്യക്തമായിട്ട് ഓരോ ഇടിയും സ്ക്രിപ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി കാണുമ്പോൾ അവർ നല്ല രീതിയിൽ മെനക്കെട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥ പോലെ തന്നെ ഗംഭീരമായിട്ട് തുടങ്ങിയിട്ട് പകുതി കഴിയുമ്പോഴേക്കും ഒരു യൂഷ്വൽ വൈബിലേക്ക് സ്റ്റണ്ടുകൾ പോകുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം രജനീകാന്ത് മാത്രമുള്ള ഹോസ്റ്റൽ ഫൈറ്റാണ്, ഉപേന്ദ്ര വരുന്നതിന് മുന്നേ. ഏതൊരു ലോകേഷ് കനകരാജ് സിനിമയും പോലെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ദൈർഘ്യം 170 മിനിറ്റ് ആണെങ്കിലും അത് ഇരുന്ന് തീർക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം ഏതാണ്ട് എല്ലാ 15 മിനിറ്റിലും എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ സിനിമയ്ക്ക് ഒരു അജിലിറ്റി ഉണ്ട്. ലോകേഷിൻ്റെ സിനിമകൾ കണ്ട് നമുക്ക് പുള്ളിയുടെ രീതികൾ മനസ്സിലാകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പോയിന്റിന് ശേഷം ഇത്തരത്തിലുള്ള ഇൻഫർമേഷനുകൾക്ക് ഒരു ടെംപ്ലേറ്റ് സ്വഭാവം ഫീൽ ചെയ്യും. ആര് പറ്റിക്കും, ആര് കൂടെ നിൽക്കും എന്നെല്ലാം ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും.